ബേലൂർ മഗ്ന മിഷൻ തുടരുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. ആന വന അതിർത്തിക്ക് പുറത്തെത്തിയാൽ മാത്രമേ വെടിവെക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ ഈ ജനവാസ മേഖലയിലേക്ക് എത്തണം. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ സന്ദർശനം അനൌദ്യോഗികമാണ്. മന്ത്രിയുമായി കൂടിക്കാഴ്ചയില്ലെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഭൂപേന്ദ്ര യാദവിന്റെ കത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും എ കെ ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അഭിലാഷ, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന്, ബേലൂർ മിഷൻ തുടരും. പക്ഷേ ഈ മിഷൻ ബേലൂർ മഗ്ന തുടരുമ്പോഴും ജനവാസ മേഖലയിൽ എത്തിയാലേ വെടിവെക്കാൻ സാധിക്കൂ. ഇപ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് കിലോമീറ്ററുകൾക്കകലെ കർണാടക അതിർത്തിയിലാണ് ഈ ബേലൂർ മഗ്നയുള്ളത്. അതുകൊണ്ട് ഇന്നോ നാളെയോ ആ മിഷൻ നടക്കാനുള്ള സാധ്യതയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CCF കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ വനമന്ത്രി കൊടുത്തിരിക്കുന്ന കത്തിൽ നടപടിയെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് പറയുമ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞതിനെ വനംവകുപ്പ് മന്ത്രി തള്ളുകയാണ്, അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഇന്നിപ്പോൾ വനമന്ത്രിയുടെ ചില പ്രസ്താവനകൾ പരസ്പര വിരുദ്ധമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വസ്തുതയുമായി നിരക്കുന്നതാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. പ്രത്യേകിച്ച് ബേലൂർ മഗ്ന മിഷൻ തുടരുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ആന വനാതിർത്തിക്ക് പുറത്തെത്തിയാൽ മാത്രമേ ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയൂ, വെടിവെക്കാൻ കഴിയൂ എന്നുള്ള കാര്യം കൂടി മന്ത്രി പറയുന്നുണ്ട്. അതേസമയത്ത് ഹൈക്കോടതിയുള്ള ചില നിർദ്ദേശങ്ങൾ ഉള്ളതിനാൽ ഇത്തരം ജനവാസ മേഖലയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വെടിവെക്കാനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ള സംശയം കൂടി വനമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കോടതിയുടെ ചില നിലപാടുകൾ ഇളവ് വന്നിട്ടുണ്ട്, അത് ആശ്വാസകരമാണ് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. ഏതായാലും വനാതിർത്തിക്ക് പുറത്ത്, അതായത് കേരള അതിർത്തിക്കകത്തേക്ക് ഈ ആന വരുന്നത് തടയാനുള്ള ശ്രമങ്ങൾ വനവകുപ്പിന്റെ ഭാഗത്തുണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതേസമയത്ത് വനാതിർത്തിക്ക് പുറത്തെത്തിയാൽ ഈ മിഷൻ തുടരും, ഈ വെടിവെക്കും എന്നുള്ള കാര്യം കൂടി പറയുകയും ചെയ്തു. മറ്റൊന്ന്, ഈ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ കത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ കത്തിൽ പറയുന്ന കാര്യം സംസ്ഥാന സർക്കാരിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം എന്നാണ് പറയുന്നത്. പക്ഷേ വനമന്ത്രി അതിനെ ഖണ്ഡിക്കുന്നു. ഇതിൽ രണ്ടാം ഭാഗത്ത് പറയുന്ന പ്രകാരമുള്ള ചട്ടങ്ങൾ പ്രകാരമുള്ള നടപടികൾ മാത്രം എടുക്കാനേ ഈ സംസ്ഥാന സർക്കാരിന് കഴിയൂ. ഈ ചട്ടങ്ങളിൽ ഇളവ് വേണമെന്നാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര വനമന്ത്രി ഇവിടെ എത്തിയത് സ്വാഗതാർഹമാണ്. പക്ഷേ ഇതൊരു അനൌദ്യോഗിക കൂടിക്കാഴ്ചയാണ്. ഏതെങ്കിലും തരത്തിൽ കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഏതായാലും ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചകളുടെ സാധ്യതയും ഇപ്പോഴില്ല. ഏതായാലും സംസ്ഥാനത്തെത്തി, വയനാട്ടിലെത്തി അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കണ്ടറിയാൻ കേന്ദ്ര വനമന്ത്രി വന്നതിൽ വലിയ സന്തോഷം എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹമായി കൂടിക്കാഴ്ചയ്ക്ക് ഏതായാലും സംസ്ഥാന വനംവകുപ്പ് തയ്യാറാവുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ശരി, അപ്പോൾ വനംമന്ത്രിക്കും അക്കാര്യത്തിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ടോട്ടൽ കൺഫ്യൂഷൻ ആണല്ലേ. ഈ ബേലൂർ മഗ്നയ്ക്ക് കൺഫ്യൂഷൻ, കേരളത്തിൽ നിൽക്കണോ കർണാടകയിൽ നിൽക്കണോ, ഈ ദൗത്യസംഘത്തിന് ജനവാസ മേഖലയിൽ ഇറങ്ങാതെ വെടിവെക്കാൻ പറ്റുന്നത് എങ്ങനെ? ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. എന്തായാലും ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇന്നും നാളെയോ ആയിട്ടൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. വനംവകുപ്പ് മന്ത്രി, കേന്ദ്ര വനംവകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അവലോകന യോഗം ഇന്നുണ്ട്. അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ ഇക്കാര്യത്തിലൊരു വിശദീകരണം ആവശ്യപ്പെടും. ആ കത്തിൽ അതൊരു ഉത്തരവായിട്ട് പരിഗണിക്കാൻ കഴിയുമോ, അതിൽ മറ്റെന്തെങ്കിലും നിബന്ധനകളുണ്ടോ? വനംവകുപ്പ് മന്ത്രിയുടെ ആശങ്കകൾ കേന്ദ്ര വനംവകുപ്പ് മന്ത്രി പരിഹരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.